നോസ് മീ ബെറ്റർ ഗെയിമുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മമ്മിക്കാണോ അച്ചാച്ചനാണോ എന്നെ നല്ലപോലെ അറിയാമെന്ന് നമുക്ക് നോക്കാം. വാട്ട്സ് എ സ്കിൽ ഓർ ടാലന്റ് ഐ വിഷ് ഐ ഹാഡ്? അച്ചാച്ചൻ ആ കഴിവ് നല്ലപോലെ ഉണ്ട്. പോരെ? Okay. What's my go-to way to relax after a stressful or emotional day or situation? കഴിഞ്ഞിരിക്കുകയാണ്. ആരാണ് ജയിച്ചതെന്ന് നമുക്ക് നോക്കാം. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ എല്ലാരും ഇവിടെ ബുക്കൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും പരീക്ഷ വല്ലതും ആണെന്ന്. അങ്ങനൊന്നും അല്ല. ഇന്ന് ഞാനൊരു ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവർ രണ്ടുപേരിൽ ആർക്കാണ് എന്നെ നല്ലപോലെ അറിയാവുന്നതെന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. ഹൂ നോസ് മീ ബെറ്റർ ഗെയിമുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മമ്മിക്കാണോ അച്ചാച്ചനാണോ എന്നെ നല്ലപോലെ അറിയാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു 10-15 ക്വസ്റ്റ്യൻ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിനകത്ത് എത്ര പേര് പറയും, അതൊരു രണ്ടുപേരും ഒന്നും പറയത്തില്ലയോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഗെയിമിലേക്ക് കടന്നാലോ? Okay. So welcome to our കുട്ടി ഫാമിലി. എല്ലാരും റെഡിയാണോ? അപ്പൊ ഈ ഗെയിമിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ പറയും. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിയുന്നുണ്ടെ ഇവർ രണ്ടുപേരും ആൻസർ എഴുതണം. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയൊന്നും ചെയ്യില്ല, കോപ്പി ഒന്നും അടിക്കില്ല. ടൈം എത്രയും പെട്ടെന്ന് ചെയ്യുക, അത്രേ ഉള്ളൂ. മാക്സിമം ഞാനൊരു 10 സെക്കൻഡ് ഒക്കെ തരാമെന്ന് വെച്ചാൽ അത്രയും തരത്തില്ല. ഞാൻ പെട്ടെന്ന് എഴുതുക, ഒത്തിരി സമയമൊന്നും ആലോചിക്കാനൊന്നുമില്ല. അത് കഴിഞ്ഞ് എഴുതിയിട്ട് പറയുകയൊന്നും ചെയ്യില്ല ആൻസർ. ഞാൻ ഉത്തരം പറഞ്ഞതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും കാണിക്കുക. എന്നിട്ട് രണ്ടുപേരും ശരിയാക്കിയ രണ്ടുപേർക്കും ഓരോ പോയിന്റ്. ഇല്ല, ഒരാളെ ശരിയാക്കിയുള്ളെങ്കിൽ ആ ആൾക്ക് പോയിന്റ്. പിന്നെ ഈ ഞാൻ പറയുന്നത് 10-15 ഉണ്ട്. എത്രണ്ണം വേണം, 10 വേണോ 15 വേണോ എന്നുള്ള കൺഫ്യൂഷനില്ല ഞാനിപ്പം. നമുക്ക് നോക്കാം. അത് വരുന്നതിനനുസരിച്ച് ഒരു 10 ചിലപ്പോൾ ചോദിക്കത്തുള്ളായിരിക്കും ഞാൻ. അപ്പം ഈ ചോദ്യം ചോദിച്ചിട്ട് ആൻസർ എഴുതി കാണിച്ച് ഉത്തരം ഞാൻ പറഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും തെറ്റ ആൻസർ എഴുതിയിരിക്കുന്ന ഏകദേശം സാമ്യമെങ്കിലും വന്നിട്ടുണ്ട് ഉത്തരമെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൻസറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണ് ഇവർ എഴുതിയേക്കുന്നെങ്കിൽ ഒരു 1/2 മാർക്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ചില ക്വസ്റ്റ്യന് വേണമെങ്കിൽ ഓപ്ഷൻ ഞാൻ തരാം. ചില കുറച്ച് ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഇച്ചിരി എളുപ്പമുണ്ടല്ലോ. പിന്നെ ചില ക്വസ്റ്റ്യന് 3-4 ആൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ആൻസർ എല്ലാം പറയും. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഇവർ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോ പോയിന്റ് കിട്ടുന്നതായിരിക്കും. അമ്മനെ കണ്ടിട്ട് ചെറിയ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉണ്ട്. കൊച്ചിലത്തെ കാര്യങ്ങളല്ലല്ലോ, വലുതാവുന്ന അനുസരിച്ച് മാറ്റങ്ങളല്ലേ. അപ്പൊ എനിക്കാണ് കൊച്ചിലത്തെ കാര്യം അറിയത്തില്ല, വലുതത്തെ കാര്യം അറിയാം. അപ്പം എന്താണേലും നോക്കാം. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന, കുഞ്ഞിലത്തെയും വലിയതായപ്പോഴത്തേയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയത്തില്ല, ഇവർക്കൊക്കെ എന്തെങ്കിലും അറിയാവുന്ന. അപ്പൊ ഓർമ്മക്കുറവാ എനിക്ക്, അതുകൊണ്ടേ. ഇന്നലെ നടന്ന കാര്യം വരെ പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. എല്ലാരും റെഡിയാണോ? റെഡി. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെന്നാണ് എന്റെ ഒരു വിചാരം. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കംഫർട്ട് ഫുഡ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. അത് പറഞ്ഞാൽ മതി. ഫുഡ് ഏതാണെന്നുള്ളത് എഴുതിയോ? എഴുതി. എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ചപ്പാത്തി. അത് ഏത് രൂപത്തിലാണേലും കുഴപ്പമില്ല. ചപ്പാത്തി ഏത് കറിയാണേലും കുഴപ്പമില്ല. ചപ്പാത്തി. ചപ്പാത്തി സബ്ജി. ചപ്പാത്തിയാണ്. ചപ്പാത്തി സബ്ജി. ചപ്പാത്തി. സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അങ്ങനെ വിചാരിക്കില്ല, എല്ലാം സിമ്പിൾ ഒന്നും അല്ല. ആദ്യത്തേത് പേടിപ്പിക്കണമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇട്ടതാ. ഓക്കെ. അടുത്ത വാട്ട് ഈസ് മൈ ഫേവറേറ്റ് മൂവി? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാണെന്ന്. ഇതിനൊരു 3 ഉത്തരം എന്റെ മനസ്സിലുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം. അയ്യോ, എനിക്കറിയാം. ഹിന്ദി മൂവിയാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അറിയാം. ലാംഗ്വേജ് ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് അങ്ങനാണോ? ഞാൻ ക്ലൂ തരണം. അല്ല, അങ്ങനല്ല. സിനിമയുടെ പേര്. ഞാൻ ക്ലൂ തരാം. ഹിന്ദിയാണ്. 3 മൂവി ഉണ്ടോ? ഇഷ്ടമുണ്ടോ? 3 സിനിമയുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എന്തെങ്കിലും ഒരെണ്ണം ശരിയായാൽ മതി. ഒരെണ്ണം ശരിയായ മാർക്ക് തരുന്നതായിരിക്കും. എന്തെങ്കിലും ആലോചിച്ച് നോക്കും. ചുമ്മാതെങ്കിലും ഇരുന്ന് ആലോചിച്ചില്ല. 6 സിനിമ, എന്തെങ്കിലും സിനിമയുടെ എന്തെങ്കിലും ഒക്കെ. സിനിമയുടെ കുബേരൻ. ഞാൻ ഹിന്ദിയാന്ന് പറഞ്ഞ. ഹിന്ദിയാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഏത് സിനിമയാണ്? ഒരെണ്ണം ഞാൻ അമ്മയ്ക്ക് വേണേ ക്ലൂ തരാം. ക്ലൂ കൊടുക്കണോ? ഞാൻ പറയട്ടെ. ഒന്ന് ഞാൻ വേണ്ട, എനിക്കറിയത്തില്ല. ഉറപ്പിച്ചോ? ഹിന്ദിയാന്നറിയാം, പക്ഷെ എന്തെങ്കിലും സിനിമയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയാം. ചോദ്യം എഴുതിയല്ലോ. ഞാൻ പറയട്ടെ. എനിക്ക് 3 മനസ്സിലുള്ളത് താരേ സമീൻ പർ, 3 ഇഡിയറ്റ്സ്, പിന്നെ യേ ജവാനി ഹേ ദീവാനി.
താരേ സമയം പറ. മമ്മിക്ക് സിനിമ ഞാൻ പറഞ്ഞു ടൂർ പോകുന്നൊരു പടം. എനിക്കത് പേരറിയത്തില്ല. പേര് മമ്മിക്ക് ഓർമ്മ നിൽക്കത്തില്ല, അതുകൊണ്ട് മമ്മിക്ക് കിട്ടിയില്ല. ഇതിന് മമ്മിക്ക് കിട്ടിയില്ല. അച്ചാച്ചന് 1 പോയിന്റ്. അങ്ങനെ അച്ചാച്ചൻ ലീഡിങ് ആണ് ഇപ്പൊ 2 പോയിന്റ്. ഓക്കെ, അടുത്ത ഞാൻ ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? ഡു ഐ പ്രിഫർ മോർണിംഗ്സ് ഓർ നൈറ്റ്? എനിക്ക് മോർണിംഗ് ആണോ കൂടുതൽ ഇഷ്ടം, നൈറ്റ് ആണോ ഇഷ്ടം? ഇപ്പം പഠിക്കുന്ന കാര്യത്തിനാണ്, ഞാൻ രാവിലെ എഴുന്നേറ്റ് പഠിക്കാനാണോ അത് രാത്രി ലേറ്റ് ആയിട്ടിരുന്ന് പഠിക്കാനാണോ എനിക്ക് ഇഷ്ടം, അല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലും ചെയ്യും? ഞാൻ കുറെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ രാവിലെയാണോ കൂടുതൽ എഴുന്നേക്കുന്നത്, അല്ലെങ്കിൽ രാത്രി ലേറ്റ് ആയിട്ടിരുന്ന് പഠിക്കുന്ന കൂട്ടത്തിലാണോ, ഏതാണെന്ന് എഴുതിയോ? 2 പേര്. എനിക്ക് മോർണിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. മോർണിംഗ്. ഞാൻ പണ്ട് ഹോസ്റ്റലിലൊക്കെ പഠിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു കാര്യമില്ലേ പോലും രാവിലെ എഴുന്നേറ്റ് പോയി കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അത് ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ. 10ാം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്കൊക്കെ ഞാൻ 2 മണിക്ക് എണീറ്റിരുന്ന് പഠിക്കുമായിരുന്നു. രാത്രി പക്ഷെ എനിക്ക് അത്ര ഇരുന്ന് ഞാൻ പഠിക്കാൻ. 10ാം ക്ലാസ്സിന്റെ പരീക്ഷ പഠിച്ചിട്ടേ. അപ്പൊ 3 ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ലീഡിങ് അച്ചാച്ചൻ. ഓക്കെ, അടുത്ത ചോദ്യം. When I was a kid, what did I want to be when I grow up? വലുതാവുമ്പോൾ എന്താകണമെന്നായിരുന്നു കുഞ്ഞിലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സിമ്പിൾ. എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാവുന്നതാണ് എന്റെ ഒരു വിശ്വാസം. അതിന്റെ പുറകെ കുറച്ച് നാൾ നടന്നതല്ലേ. എഴുതിയോ? ഡോക്ടർ. ഡോക്ടർ ആകണമെന്നായിരുന്നു കേട്ടോ കുഞ്ഞിലെ. ആയില്ലെങ്കിൽ പോലും എൻട്രൻസ് ഒക്കെ എഴുതിയല്ലായിരുന്നു. എൻട്രൻസ് ഒക്കെ എഴുതി, പക്ഷെ വലിയ റാങ്ക് ആയിരുന്നുകൊണ്ട് ഇവിടെ എത്തി. ഓക്കെ, അപ്പൊ 2 പേർക്ക് 1 പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് സംതിങ് ഐ കളക്റ്റഡ് ഇൻ ദ പാസ്റ്റ്? എനിക്കിങ്ങനെ ശേഖരിച്ചു വെക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കളക്ട് ചെയ്ത സാധനങ്ങളിൽ ഒരു സാധനം പറയും. ഞാനിങ്ങനെ ഒരു ക്ലൂ പറയുവാണെങ്കിൽ ഞാൻ ബുക്കിലൊക്കെ കളക്ട് ചെയ്താലേ, ബുക്കിൽ എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞ ആൻസർ എളുപ്പമായി. അല്ല, അങ്ങനൊന്നും ഇല്ല, ബുക്കിലൊന്നും ഇല്ല. അങ്ങനെ കളക്ട് ചെയ്യുന്ന ഒരു സാധനം കളക്ട് ചെയ്ത് എനിക്ക് കുറെ സാധനങ്ങൾ ശേഖരിച്ചു. ചപ്പ് വരെ വാരി വെക്കാറുണ്ട്. അങ്ങനെ ഞാൻ കളക്ട് ചെയ്ത ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കളക്ട് ചെയ്ത ഒരു ഐറ്റം. എഴുതിയോ? എന്തോ എഴുതിയോ? ഞാൻ പറയട്ടെ. ഉത്തരം സ്റ്റാമ്പ്. ഞാൻ മഹാഗണിയുടെ കുരു. മഹാഗണിയുടെ കുരു ബുക്കിലൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, കയ്യില് സ്വരൂപിച്ച് വെക്കുന്നല്ലേ പറഞ്ഞു. അവള് കണ്ടതും കടിയതും എല്ലാം സ്വരൂപിച്ച് വെക്കാറുണ്ട്. അത് ശരിയാ. മഞ്ചാടിക്കുരു ഉണ്ട് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു വീട്ടിൽ ഞാൻ തൊടലിൽ പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. മഞ്ചാടിക്കുരു, മഹാഗണിയുടെ കുരു, സ്റ്റാമ്പ്, കോയിന്, അങ്ങനെ പലതും ഉണ്ട്. പക്ഷെ സ്റ്റാമ്പാണ്. കുപ്പിയുടെ അടപ്പ്, മരത്തിന്റെ കറ. ഞങ്ങളുടെ കോളേജിൽ ആദ്യമായിട്ട് മരം അങ്ങോട്ട് വെച്ചപ്പോ ഇങ്ങനെ കറ വന്നിട്ട് ഇങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇരിപ്പുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ അങ്ങനൊക്കെ ഉണ്ടായത്. പക്ഷെ കളക്ഷനായിട്ട് ഇങ്ങനെ ഒരു 10-100 ഇങ്ങനെ ശേഖരിച്ച് ബുക്കിലൊക്കെ സെറ്റാക്കി അത്രയും കളക്ഷനായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്റ്റാമ്പാണ്. അപ്പൊ അച്ചാച്ചന് 1 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. മമ്മിക്ക് പാവം, മമ്മി മനസ്സിലായില്ല. മമ്മിക്ക് ഞാൻ ഇതായിരിക്കും ഉദ്ദേശിച്ചത്, മമ്മി ചിന്തിച്ചില്ല. സാരമില്ല. അപ്പൊ അച്ചാച്ചനാണ് ഇപ്പൊ ലീഡിങ്. സാരമില്ല, ഞാൻ പിടിച്ചോളാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എ ഫ്രൂട്ട് ദാറ്റ് ഐ ലൈക്ക് ഈറ്റിംഗ് ആഫ്റ്റർ അച്ചാച്ചൻ കെയിം ടു കാനഡ. അച്ചാച്ചൻ കാനഡയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ഫ്രൂട്ടിനോട് ഇഷ്ടമായത്. അതിന് മുന്നേ എനിക്ക് ആ ഫ്രൂട്ട് ഇഷ്ടമേ അല്ലായിരുന്നു. ഇഷ്ടമുള്ള ഫ്രൂട്ടാ. അച്ചാച്ചൻ ഇഷ്ടമാണോന്ന് എനിക്കറിയത്തില്ല. കഴിക്കും. ഞാൻ കൂടുതൽ പറഞ്ഞ ഉത്തരവായിപ്പോ, അതുകൊണ്ട് ഞാൻ പറയത്തില്ല. ഞാൻ പണ്ട് കൂട്ടുകാരോടൊന്ന് സംശയിച്ചപ്പോ അത് കഴിക്കത്തേ ഇല്ല. എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഞാൻ അവരോട് ഇങ്ങനെ പറയും. പക്ഷെ ഇപ്പം എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കഴിക്കും. ഫ്രൂട്ട് എന്ന് പറയാം. ആ ഫ്രൂട്ടാ. എഴുതിയോ? അവക്കാഡോ. ഓക്കെ, അവക്കാഡോ. ഡ്രാഗൺ ഫ്രൂട്ട്. ഞാൻ അവക്കാഡോ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് അതിന്റെ ഇഷ്ടമല്ല. എന്നാലും ഷെയ്ക്ക് ഒക്കെ അടിക്കാൻ അച്ചാച്ചനാണ് ഇവിടെ. ഞാൻ കാനഡ വന്നതിന് ശേഷം അച്ചാച്ചൻ മേടിച്ചപ്പോഴാണ് ഞാൻ അത് കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുവരെ ഞാൻ കഴിക്കത്തില്ല. എനിക്ക് അതിന് ഒരു പ്രത്യേക രുചിയുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ കൂട്ടുകാരൊക്കെ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയാം. ഞാനിപ്പം ബ്രെഡ് ടോസ്റ്റ് ആയിട്ടാണേലും അല്ലാതെ ചുമ്മാ അതാണേലും അവക്കാഡോ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ മമ്മിക്ക് 1 പോയിന്റ്. അല്ല, അച്ചാച്ചൻ തന്നെയാണ് ഇപ്പോഴും ലീഡിങ്. അടുത്ത ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ്. ഞാൻ കിങ്ങിണിയും കൂടെ ഗ്രൂപ്പാണ്. ഗ്രൂപ്പുകളില്ല ഇവിടെ. അടുത്ത ചോദ്യം.
എത്രാമത്തെ ചോദ്യമാ? ഏഴാമത്തെ. ഏഴാമത്തെ ചോദ്യം. മൈ ഫേവറേറ്റ് ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് എന്ന് പറയുമ്പോൾ പിസ്സ, ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പുറത്ത് നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡ്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? ഈസിയാണോ? ഞാൻ പാടാന്ന് വിചാരിച്ചു. നല്ല പാടായിരിക്കും, ഇതല്ലേ അറിയായിരിക്കും. അപ്പൊ എനിക്ക് ഏറ്റവും എഴുതിയോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പിസ്സ. എഴുതിയല്ലേ? രണ്ടുപേർക്കും ഒരു പോയിന്റ്. ബർഗർ ഒന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് പിസ്സയാണ്. പിസ്സയുടെ ആ ചൂടായിട്ട് എടുത്തോണ്ട് കൊണ്ടുവരുമ്പോഴേ ആ ഒരു മണമൊക്കെ അടിക്കുമ്പോൾ എനിക്കിങ്ങനെ കഴിക്കാൻ കൊതി വരും. പിസ്സ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് അറിയാമോന്ന് എനിക്ക് അറിയത്തില്ല, തോന്നുന്നില്ല അറിയാമെന്ന്. എ ജ്വല്ലറി ദാറ്റ് ഐ ഡ്രീം ഓഫ് ബൈയിങ്. എനിക്ക് ജ്വല്ലറിയോ അല്ലെങ്കിൽ ഓർണമെന്റ്സിനോടൊത്തും അത്ര ഇഷ്ടമൊന്നും ആളല്ല. പക്ഷെ ആ ഒരു സാധനം അത് എന്താണെന്ന് ഞാൻ എടുത്ത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു പ്രത്യേക ജ്വല്ലറി എനിക്ക് മേടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല വില കൂടിയ സാധനമാണോ? ആഗ്രഹിച്ചിട്ടുള്ളൂ, പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അങ്ങനെ എനിക്കായിട്ട് ഞാനിങ്ങനെ ഓക്കെ എനിക്ക് അങ്ങനെ മേടിച്ചാൽ കൊള്ളാം എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എനിക്കായിട്ട് ഞാനിങ്ങനെ അങ്ങനെ എക്സ്പെൻസീവ് ആണോ? എക്സ്പെൻസീവ് അല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പിന്നെ ഭാവിയിൽ എന്തെങ്കിലും മേടിച്ചാൽ കൊള്ളാം എന്ന്. മേടിക്കുമെന്ന് എനിക്കറിയത്തില്ല, ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അതിനോട് ഇഷ്ടമില്ലാതാവുമായിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ മേടിക്കണം എന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇങ്ങനെ എഴുതിയോ? ഡയമണ്ട് റിംഗ് ആണ്. ഡയമണ്ട് റിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന മോതിരം. മോതിരം. എനിക്ക് ഡയമണ്ട് റിംഗ് ആണ്. ഇതും അല്ല അച്ചാച്ചൻ മേടിച്ചതും ഒക്കെ ഡയമണ്ട് ഇങ്ങനത്തെ കുഞ്ഞ് ഇത്. അല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡയമണ്ട് റിംഗ് ഞാൻ മേടിച്ചു. അതാ, അത് ഈ കുഞ്ഞു കല്ല്, ഇങ്ങനത്തെ കല്ല്, ഇങ്ങനെ കുറെ കല്ലുള്ള. അല്ലാതെ എനിക്ക് ഫുൾ ഒരു എന്നാ പറയുന്നത്, ഇത് ഡയമണ്ടാ. അപ്പൊ ഫുൾ ഒരു 1 കാരറ്റ് റിംഗ് എന്ന് പറഞ്ഞ ഫുൾ ഒരു വലിയ കല്ലുള്ളതില്ലേ, മനസ്സിലായി? അതെന്നെ എനിക്ക് പറയുന്നത് കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ഫുൾ അതാണ് ഡയമണ്ട് മോതിരം ആണോ? ഒന്ന് എഴുതിയല്ലേ? ഒന്നിക്ക് അപ്പൊ ഒരു പോയിന്റും കൂടെ കിട്ടിയിരിക്കുകയാണ്. ഇനി 9ാമത്തെ. ഒന്നിക്ക് ഒരു പോയിന്റും കൂടെ. കൊലുസ് മുക്കുത്തി അച്ചാച്ചനാണ് മുക്കുത്തി എന്നെ കുത്തിക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇഷ്ടമൊന്നുമില്ല. കുഴപ്പമില്ല. അടുത്ത ഇത് സിമ്പിൾ ആയിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും എന്നാണ് എന്റെ ഒരു വിചാരം. മൈ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ. എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഇത് മാത്രമേ ഏത് കടയിൽ ചെന്നാലും വേറെ എത്ര വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതേ ഓർഡർ ചെയ്യത്തുള്ളൂ. എഴുതിയോ? ചോക്ലേറ്റ്. ഇത് ശരിയാക്കിയില്ല. ഓക്കെ, രണ്ടുപേർക്കും കഴിക്കുകയൊക്കെ ചെയ്യും. എനിക്കും അത്ര ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ആ കയ്പ് ഇഷ്ടമാണ് ചോക്ലേറ്റിന്റെ. ഇഷ്ടം ചോക്ലേറ്റ് തിന്നുന്നത്. അതിനാണ് ഞങ്ങൾ കൂടുതൽ അടി ഉണ്ടാക്കാറുള്ളത്. മിക്കപ്പോഴും ഐസ്ക്രീം അടിക്കാൻ പോകുമ്പോ ഇവിടെ ചോക്ലേറ്റ് എടുക്കും, ഞാൻ മാനിട്ട് എടുക്കും. രണ്ടും കൂടെ ഉള്ളത് ഇതൊക്കെ വെച്ച് ഞങ്ങൾ മിക്സ് ആയിട്ടുള്ളത് എടുക്കും. അങ്ങനെ ചോക്ലേറ്റ്. അടുത്തത് മൈ ഫേവറേറ്റ് സബ്ജക്ട് ഇൻ സ്കൂൾ. ഒരു 10ാം ക്ലാസ് വരെ 10ാം ക്ലാസ് വരെ എനിക്ക് സബ്ജക്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ എനിക്ക് അത്ര ഇഷ്ടമില്ല. അത് കഴിഞ്ഞ് എന്നാലും എനിക്ക് ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് എന്ന് പറയുന്നത് ഇതാണ്. എഴുതിയോ? മാത്സ്. 10ാം ക്ലാസ് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്ട് ആയിരുന്നു. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമല്ലെന്ന് പറയും. എനിക്ക് 10ാം ക്ലാസ് വരെ നല്ല ഇഷ്ടമായിരുന്നു. +1 +2 ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് പറഞ്ഞില്ല, എനിക്ക് മാത്സിനോടുള്ള ഇഷ്ടം കുറഞ്ഞായിരുന്നു. പക്ഷെ പിന്നീട് ഇഷ്ടമായി. പിന്നെ കോളേജിൽ പോയപ്പോ പിന്നെ എനിക്ക് ഇഷ്ടമായി. ഈ ബേബി നടന്ന സ്വന്തം ഫോട്ടോ കാണാനാണ്. എനിക്ക് സ്വന്തം ഫോട്ടോ കാണുന്നത് വലിയ ഇഷ്ടം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എത്രാമത്തെ ക്വസ്റ്റ്യനാ? 11. 10 നിർത്തണോ? ആവേശം. Where did I first learn Hindi? ഫസ്റ്റ് ലേൺ ഹിന്ദി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന, എഴുതാൻ പഠിക്കുന്നതല്ല, നമ്മള് സംസാരിക്കാൻ. ഏത് സ്ഥലത്ത് പോയപ്പോഴാണ് അല്ലെങ്കിൽ ആരാണെന്നോ എന്നെ ആദ്യമായിട്ട് ഹിന്ദി സംസാരിക്കാൻ പഠിപ്പിച്ചത് ഏത് സ്ഥലത്ത് വെച്ചാണ്? എഴുതിയോ? ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന ആസാമില്. ഗുവാഹട്ടി. ആസാം, ഗുവാഹട്ടി. ലാസ്റ്റില്ല. അതുകൊണ്ട് പപ്പ ആർമിയിലായിരുന്നോണ്ട് പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഗുജറാത്തിലൊക്കെ പോയപ്പോ ഗുജറാത്തിൽ പോയപ്പോ 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളു. അപ്പൊ അന്നേരം ഒന്നും സംസാരിക്കാനൊന്നും ആയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഗുവാഹട്ടി പോയത്. യെസ്. അപ്പൊ മമ്മിക്ക് ഒരു പോയിന്റ്, അച്ഛന് 0.
ഓക്കെ. എനിക്ക് ഹിന്ദി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ആസാമിൽ പോയപ്പോഴും കുറച്ച് നാളെ ആസാമിലുണ്ടായിരുന്നു. അവിടെ ഒരു നിഷ എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയാണ് എന്നെ ഹിന്ദി പഠിപ്പിച്ചത്. സോ അങ്ങനെയാണ് ഹിന്ദി ഞാൻ പഠിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു നിഷ ചേച്ചി. ആ ചേച്ചി എവിടാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കോണ്ടാക്ട് ഒന്നും അങ്ങനൊന്നും ഇല്ല. അവര് UP-ക്കാരല്ലേ? നോർത്ത് ഇന്ത്യൻ ആണ്. അടുത്ത ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. Am I a person who looks for branded items while shopping? ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രാൻഡ് നോക്കിയാണോ ഞാൻ മേടിക്കുന്നത്, അതെയോ അല്ലയോ? യെസ് ഓർ നോ. ബ്രാൻഡ് നോക്കിയാണോ മേടിക്കുന്നത്? യെസ് ഓർ നോ? യെസ് ആണോ നോ ആണോ? എഴുതിയോ? എഴുതിയോ? ഇത്ര പെട്ടെന്ന് എഴുതിയോ? നോ, ഞാൻ ബ്രാൻഡ് നോക്കിയേ അല്ല മേടിക്കുന്നത്, ഞാൻ വില നോക്കി. അത് ചിന്തിക്കേണ്ട കാര്യമില്ല. ബ്രാൻഡ് നോക്കാതെ പക്ഷെ ഞാൻ കൂടിയാ എടുക്കത്തില്ല. വില നോക്കാതെ മേടിക്കുന്നില്ല. വില നോക്കാറില്ല ഞാൻ. പക്ഷെ എനിക്കിഷ്ടം ചില സാധനങ്ങള് ഒത്തിരി വില കൂടുതലാണ്, ഞാൻ അത്രയും കൊടുക്കണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് അത് വേണ്ടെന്ന് വെക്കും. അതെനിക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞാൽ അതവിടെ വെച്ചിട്ട് പണ്ട് തൊട്ടേ അങ്ങനെ, കുഞ്ഞിലെ തൊട്ടേ ഞാൻ അങ്ങനെ. ഇപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പൊ ഞാൻ അങ്ങനെ തന്നെയാ. ഇഷ്ടപ്പെട്ടെങ്കിലും മേടിച്ചോളാൻ പറഞ്ഞാലും ഇല്ലേ, ഓ എനിക്ക് അത്ര ഇഷ്ടമായി. അങ്ങനെ ഞാൻ വിചാരിക്കും. ഞാൻ പിന്നെ ഞാൻ ഭയങ്കര വില കുറഞ്ഞ എനിക്ക് അങ്ങനെ ചിലപ്പോ ബ്രാൻഡ് ഒന്നും ഇല്ലായിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനത് മേടിക്കുകയും ചെയ്യും കേട്ടോ. വില നോക്കും. വിലയാൻ തോന്നുന്നു ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഞാൻ നോക്കല്ലെന്ന് വിചാരിച്ചാലും എന്റെ കണ്ണങ്ങോട്ട് പോകും. അടുത്തത് ഒരു ഓപ്ഷൻ പോലത്തെ ക്വസ്റ്റ്യൻ ആണേ. റീഡിങ് ഓർ റൈറ്റിംഗ്, വാട്ട് ഡു ഐ പ്രിഫർ? വായിക്കാനാണോ എഴുതാനാണോ എനിക്ക് കൂടുതൽ ഇഷ്ടം? അല്ലെങ്കിൽ എനിക്ക് ഏതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തതെന്ന് വേണമെങ്കിൽ പറഞ്ഞു. വായിക്കാനാണോ എനിക്ക് ഇഷ്ടമില്ലാത്തത്, എഴുതാനാണോ എനിക്ക് വായിക്കാനാണോ ഇഷ്ടമല്ലാത്തത്, എഴുതാനാണോ ഇഷ്ടമല്ലാത്തത്? ഏതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്, എഴുതാനാണോ വായിക്കാനാണോ? എഴുതിയോ? എനിക്ക് വായിക്കാൻ ഇഷ്ടമല്ല. വായിക്കാൻ ഇഷ്ടമല്ല എനിക്ക്. ഞാനിങ്ങനെ ചുമ്മാ ബസ്സിലൊക്കെ പോകുന്ന ചിലവരൊക്കെ ഇങ്ങനെ വായിക്കല്ലോ, ഞാൻ അത് ശ്രദ്ധിച്ചൊന്നും ഞാൻ വായിക്കത്തില്ല. പക്ഷെ എഴുതാൻ എനിക്ക് ഇഷ്ടം. ഞാൻ ഡയറി ഒക്കെ എഴുതും. അപ്പൊ രണ്ടുപേർക്കും ഓരോ പോയിന്റ്സും. ഇത്രയൊക്കെ നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയായിരുന്നല്ലേ? സിമ്പിൾ ആയിരുന്നു. ഞാൻ പണ്ട് കൊച്ചായിരിക്കുന്ന സമയത്ത് പഠിക്കാൻ പറയുമ്പോ ഞാൻ വായിച്ചു കൊടുക്കും, അത് കേട്ട് പഠിക്കുമായിരുന്നു. മമ്മി ഒന്ന് വായിച്ചു തരാമോ മമ്മി? ഒന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുമ്പോ ഞാനാ വായിച്ചു കൊടുക്കുന്നത്, അവള് കേട്ട് പഠിക്കുമായിരുന്നു. ഓക്കെ ഓക്കെ. വാട്ട്സ് എ സ്കിൽ ഓർ ടാലന്റ് ഐ വിഷ് ഐ ഹാഡ്? എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരു കഴിവ്, ഒരു സ്കില്ല്, ഒരു ടാലന്റ്, എന്താ പറയുന്നത്, ഒരു കഴിവ്. ആ കഴിവ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്കതില്ല. അത് പലതും കാണുമായിരിക്കും. ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള അത് പക്ഷെ ഇല്ല, ഒട്ടുമില്ല. അത് ആ കഴിവ് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അയ്യലോ അങ്ങനത്തെ കാര്യമൊന്നുമല്ല കേട്ടോ. അങ്ങനൊന്നും അല്ല. ഒരു കഴിവ് വെച്ചാ മറ്റുള്ളവരുടെ അങ്ങനെ വല്ലതും ആണോ? അല്ല, ഇവൾക്കില്ലാത്ത ഒരു കഴിവ്. ഇവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ കഴിവ് വേണമെന്ന്, പക്ഷെ ഇവൾക്ക് അതില്ല. ഇപ്പൊ ചിലർക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമുണ്ട്, പക്ഷെ അത് അങ്ങനെ മനസ്സിലായോ? ഇഷ്ടമായിരുന്നു, പക്ഷെ അതിനുള്ള ടാലന്റ് ഇല്ല, സ്കില്ലില്ല. അല്ല, എനിക്ക് അതിന് ആ കഴിവുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കഴിവ്. ഇപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ, എഴുതാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചാ വരത്തില്ല. ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഓരോരുത്തരുടെ ക്യാരക്ടറിലുള്ള ഒരു സാധനം. പാട്ട് പാടും, ഡാൻസ് കളിക്കും. എഴുതു, നിങ്ങൾ എഴുതുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എഴുതുമെന്ന് നോക്കാം. അമ്മ എഴുതിയോ? എനിക്ക് അങ്ങോട്ട് അമ്മ എന്തായാലും മനസ്സിലായില്ല ക്വസ്റ്റ്യൻ അങ്ങോട്ട്. ആണോ? ഒരു കഴിവ്, ക്ലൂതാ. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു ക്ലൂ അല്ലേ, അതായത് ഇപ്പം പടം വരയ്ക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് അതിനുള്ള ഒരു ടാലന്റ് ഇല്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ പടമൊക്കെ വരച്ചിരിക്കായിരുന്നല്ലോ, മനസ്സിലായോ? അങ്ങനെ അതുപോലെ ഇപ്പൊ ഡാൻസ് കളിക്കണമെന്നുണ്ട്, പക്ഷെ ആ കളിക്കാനുള്ള ഒരു സ്കില്ലില്ല. അതുപോലെ ഇവൾക്ക് ഞാൻ പറയുന്ന ഈ കഴിവ് ഒരു നല്ലൊരു സാധനമാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോ എവിടെ ചെന്നാലും അത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കഴിവാണ്. മനസ്സിലായോ? ഇതിൽ കൂടെ അച്ചാച്ചന് ആ കഴിവ് നല്ല പോലെ ഉണ്ട്. പോരെ? മമ്മിക്ക് കിട്ടിയ അതെന്തിനാണ്? മമ്മിക്കും ഉണ്ട് ആ കഴിവ്. ഇവർക്ക് രണ്ടുപേർക്ക് ആ കഴിവ് നല്ല പോലെ ഉണ്ട്, എനിക്ക് ആ കഴിവില്ല. ആ കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അത് ഓക്കെ. അങ്ങനെ എഴുതിയോ? സംസാരിക്കാനുള്ള ആണോ? ഞാൻ സംസാരിക്കാന്ന് വെച്ചാ
അങ്ങനെയല്ല, പുതിയ ഒരാളെ കാണുമ്പോൾ കേറി. ഓക്കെ, ഞാൻ അത് തന്നെയാണ് സ്മോൾ ടോക്സ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാനോ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ട്രബിൾ ഉണ്ട്. ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് വലിയ പാടാ. എന്ത് ചെയ്താൽ പിന്നെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് പരിചയമായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയായിരിക്കും. പക്ഷെ ആ സ്റ്റാർട്ടിങ് ട്രബിൾ ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് കയറി സംസാരിക്കാൻ അറിയത്തില്ല. എന്ത് പറയും നോക്കൂ, ഞാൻ കുറെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യോ, ഇത് പറഞ്ഞോ അങ്ങനെ വിചാരിക്കോ, ഇങ്ങനെ പറയണോ അങ്ങനെ പറയണോ. പക്ഷെ ഇവർ രണ്ടുപേരും അല്ലേ, അതെ, ഇവർ രണ്ടുപേരും നല്ലപോലെ സംസാരിക്കുന്ന ആൾക്കാരാണ്. മമ്മിയാണേലും അച്ഛനാണേലും. മമ്മി എന്താ എഴുതിയ ആൾക്കാരോട് സംസാരിക്കാൻ രണ്ടുപേരും എഴുതി കേട്ടോ. എനിക്ക് വയ്യ. അപ്പൊ എത്ര ചോദ്യമായി? 14. ഓ, അവസാനത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങള് സ്കോർ എങ്ങനെയാ? സ്കോറ് അച്ഛ മമ്മിയാ ലീഡിങ്, എത്ര ഒറ്റ പോയിന്റ്. അപ്പൊ ഇതാണ് അവസാനത്തെ ഒറ്റ പോയിന്റിന് അച്ചാച്ചൻ മമ്മി ലീഡിങ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു. 15. അവസാനത്തെ ചോദ്യമാണ്. ഇപ്പോൾ മമ്മിയാണ് ലീഡിങ്. ആണോ? അടുത്ത ചോദ്യമായിരിക്കും നിർണയിക്കുന്നത്. ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് മമ്മി ഇപ്പൊ ലീഡ് ചെയ്യുന്നത്. ഇത് വെച്ചാ നമ്മള് ടൈ ആവുമല്ലേ? ഇത് രണ്ടുപേരും ജയിക്കുവാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. രണ്ടുപേരും അല്ല ടൈ ആവുകയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നതായിരിക്കും. ഇല്ല, രണ്ടുപേരും തോറ്റുവാണെങ്കിൽ പിന്നെ മമ്മി തന്നെ ആയിരിക്കും. നോക്കാം നമുക്ക് അടുത്ത അവസാനത്തെ ചോദ്യം. Okay, what's my go-to way to relax after a stressful or emotional day or situation? എന്ന് വെച്ചാല് എനിക്ക് ഇപ്പൊ ഒരു സങ്കടമോ സ്ട്രെസ്സോ വിഷമോ ദേഷ്യമോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ഇമോഷണൽ ബേസ്റ്റ് ഉണ്ടായതിനു ശേഷം ഇതിനെ മറക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മറന്ന് സാധാരണ ഒന്ന് കാമായി വരാനായിട്ട് ഞാൻ എന്ത് ചെയ്താലാണ് എനിക്കൊന്ന് കാമാവാൻ പറ്റുന്നത്? ചിലവർക്ക് പാട്ട് കേൾക്കും, ചിലവര് നടക്കാൻ പോകും, യോഗ, മ്യൂസിക്, മെഡിറ്റേഷൻ, പടം കാണും, അങ്ങനെ പലതും ഉണ്ട്. അപ്പം ഞാൻ എന്നാണ് ചെയ്യുന്നതെന്ന് പറയൂ. കുക്കിംഗ് ഒക്കെ ചെയ്യത്തില്ല ഓരോരുത്തര്, മനസ്സിലായല്ലോ ചോദ്യം. ഞാൻ കുറച്ചു നേരം മിണ്ടാതെ ഇരിക്കും കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആയിരിക്കും. ഞാനാണേലും കുറച്ചു നേരം മിണ്ടായിരിക്കും. പിന്നെ ഞാനും ഇങ്ങനെ ഓരോന്ന് നോക്കട്ടെ, എന്റെ ഇവിടെ ഒന്നാണോ നോക്കട്ടെ. ഒന്നായിരിക്കോ? തോന്നില്ല, നോക്കാം. ഇതിലൊക്കെ ഞാൻ എഴുതി. എഴുതിയോ? ആ, ഇത്രയോട്ട് എഴുതുന്നു. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ശരിയാണോന്ന് അറിയത്തില്ല. എഴുതിയോ? ആ, അപ്പൊ എന്റെ ഉത്തരം, ഞാൻ നല്ല ഡാൻസിന് പറ്റിയ ഡാൻസ് ബീറ്റ് ആയിട്ടുള്ള പാട്ടുകൾ വെച്ച് ഞാൻ ഡാൻസ് ചെയ്യും. ഡാൻസർ ഒന്നും അല്ല ഞാൻ, അങ്ങനെ ഡാൻസ് അല്ല, ചുമ്മാ കിടന്ന് തുള്ളും. ആ പാട്ടിന്റെ ബീറ്റിനനുസരിച്ച് ചുമ്മാ കിടന്ന് തുള്ളും. അപ്പൊ നമ്മൾ അങ്ങനെ എല്ലാവരും കണ്ടിട്ടൊന്നും ഇല്ലായിരിക്കും. എന്നാലും ഞാനത് ബാത്റൂമിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഞാനത് പാട്ട് വെച്ച് ഞാൻ കുറച്ചു നേരം തുള്ളി കഴിയുമ്പോ എനിക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടും. എനിക്ക് പകുതി മാർക്ക് തരണം. പാട്ട് കേൾക്കും അല്ലല്ലോ, കേട്ടിട്ടല്ലേ ഡാൻസ് കളിക്കുന്നത്. അത് ശരി. പക്ഷെ അത് കേൾക്കാന്ന് പറയുന്ന ഞാൻ ചിലപ്പോ പാട്ട് കേട്ടോ ഡാൻസ് കളിക്കാറില്ലല്ലോ. റിക്കുന് അങ്ങനത്തെ സങ്കടം, റിക്കുന് ഉറക്കമല്ലേ വരുന്നത്? സങ്കടം വരുമ്പോ എനിക്ക് ഉറക്കവും വരും. ഞാൻ സിനിമ കണ്ട് ഞാനങ്ങ് ഉറക്കും. ഞാനാണെങ്കിൽ പാട്ട് കേൾക്കും. എന്നിട്ട് ചിലപ്പോ എനിക്ക് വിഷമം വരുന്ന പാട്ടാണ്, അതിന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കാര്യം സങ്കടങ്ങളൊക്കെ അങ്ങ് തീർക്കും. കുറെ പാട്ട് പ്രസംഗം കേൾക്കും. ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. വിഷമിച്ച ദേഷ്യം വന്നിരിക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. പിന്നെ ഇതൊന്നും ശ്വാസം ഒന്നും എടുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. കോൺസെൻട്രേറ്റ് ചെയ്ത് എങ്ങനെയാ ബ്രീത്ത് ചെയ്യാൻ, എനിക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പാട്ട് കേട്ട് കുറച്ചു നേരം തുള്ളി കഴിയുമ്പോൾ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. പാട്ട് കേട്ട് ഇങ്ങനെ ആസ്വദിച്ചൊക്കെ മെലഡി പാട്ടുകളൊക്കെ ആയിട്ട് ഞാൻ കരഞ്ഞ് ഓവർ തിങ്ക് ചെയ്ത് കൂട്ടും. ഞാനിങ്ങനെ കടല് കയറിപ്പോവും. അപ്പൊ അതിലും ഞാൻ ഒക്കെ കാമാവാൻ ഞാൻ കുറച്ച് ഈയിടെയായിട്ടാണ് അതൊന്ന് നോട്ടീസ് ചെയ്തത്. 4 വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ ഞാൻ ഡാൻസ് കളിച്ച് കുറെ തുള്ളി കഴിയുമ്പോൾ ഒരു സമാധാനം കിട്ടും എന്നുള്ള കാര്യം. അപ്പൊ രണ്ടുപേരും തെറ്റിച്ചിരിക്കുകയാണ്. 4 വർഷത്തിന് മുന്നേ ഉള്ള സമയത്ത് പാട്ട് കേൾക്കുമായിരുന്നു. ഇല്ല, പാട്ട് കേൾക്കുമല്ലോ. ഞാൻ ചുമ്മാ കിടന്ന് ഉറക്കം പാട്ടൊക്കെ പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്തായാലും പാട്ടിൽ സംബന്ധപ്പെട്ട മാർക്കൊന്നും തരാൻ പറ്റത്തില്ല. ഡാൻസ് മാർക്ക് കൊടുത്താലും എന്താണേലും മമ്മിയാ ജയിക്കുന്നത്. മാർക്ക് വേണ്ട പോട്ടെ, എന്നാലും അടുത്തടുപ്പിച്ച് വന്നില്ലേ? യെസ്. അപ്പൊ ഞാൻ അടുത്തടുപ്പിച്ച് വന്നു. ബ്രീത്തിങ് ഡാൻസ് കളിക്കണമെങ്കിൽ ശ്വാസം കളിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. രണ്ടുപേരും ആർക്ക് മാർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഗെയിം കഴിഞ്ഞിരിക്കുകയാണ്. ആരാണ് ജയിച്ചതെന്ന് നമുക്ക് നോക്കാം.
15 ക്വസ്റ്റ്യനിൽ 12 ക്വസ്റ്റ്യൻ ശരിയാക്കിക്കൊണ്ട് മമ്മി ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ അച്ഛൻ തോറ്റുപോയി. കുഴപ്പമില്ല, ഞാൻ ഹാപ്പി ആട്ടോ. ഇത്രയും അറിയാമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇവർക്ക് എന്താണേലും കൊള്ളാം. ഇവർക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇവരേതായാലും ജയിച്ചു. മമ്മി രണ്ടുപേരും കുഴപ്പമില്ലായിരുന്നു. 12 പറയാനൊന്നും പറ്റത്തില്ല. കൊച്ചിലത്തെ കാര്യങ്ങളല്ലായിരുന്നു ഇപ്പൊ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഏതായാലും 12ഉം 11ഉമായിട്ട് പോയിന്റുകളോടുകൂടി രണ്ടുപേരും നല്ല രീതിയിൽ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സന്തോഷമുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ. ഇതിലും പാടുള്ള അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ടെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്. നമുക്ക് ഒന്നുകൂടെ ഹൂ നോസ് മീ ബെറ്റർ ചെയ്യാം. എന്നിട്ട് ഇവരെ ഒന്ന് വെള്ളം കുടിപ്പിക്കാം. നമുക്ക് ഞങ്ങൾ ഇന്നോട്ട് നിന്നെ പരീക്ഷിക്കും. ഓ ഞങ്ങൾ വീക്ഷിക്കും. നമുക്ക് നോക്കാം. ആർക്കെങ്കിലും ഒന്നുകൂടെ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്. അപ്പൊ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.